ആ പാലത്തിലൂടെ കയറി വരുന്ന ആളാണോ? സാഹസികമായി അല്ലല്ല, ഇതിന്റെ തൊട്ടടുത്ത് അതുവഴി കുട്ടികളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. തീർച്ചയായും. എന്താ പാലത്തിന്റെ അവസ്ഥ? പാലം ഞാൻ 1-2 തവണ ആപ്പാടെ കയറിയിട്ടുള്ളൂ, കാരണം എനിക്ക് പേടിയാ. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും താഴ്പ്പാം. തീർച്ചയായും നമുക്ക് കൈവരിയില്ല, കൈവരിയും ഇല്ല, പിന്നെ ഇങ്ങനെ കയറുമ്പോൾ ആടും. അതിനപ്പുറത്ത് ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങൾ മനസ്സിലാക്കിയത് 27 കുട്ടികൾ ആ പാലം കടന്ന് ഇപ്പുറത്തെ സ്കൂളിലേക്ക് വരുന്നുവെന്ന്. തീർച്ചയായും അത്രയും ആൾക്കാരുണ്ടാവും. തെറ്റായ വിവരമാണത്. തെറ്റായ വിവരമാണ്. അത്രയും കുട്ടികൾ 27 കുട്ടികൾ ആ പാലത്തിലൂടെ വരുന്നില്ല. എത്ര കുട്ടികളുണ്ടാവും? ഏകദേശം ഒരു 8 കുട്ടികളോളം വരുന്നുണ്ട്. ആ 8 കുട്ടികളുടെ അവസ്ഥ എന്താ? തീർച്ചയായും വളരെ ദയനീയകരമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൃത്യമായിട്ടും ടൂറിസം മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ സ്ഥായിയായിട്ടുള്ളൊരു പാലം വേണം. ഇനി യാതൊരു കാരണവശാലും ഒരു കുരുന്നും അവിടെ വീഴുവാൻ, അല്ലെ ഒരു കർഷകരോ ഒരു പൊതുജനങ്ങളോ അവിടെ വീഴുവാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നല്ല ഒരു വാർക്കപ്പാലം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നു എന്ന് നിങ്ങൾ കരുതുന്നു? അങ്ങനെ വ്യക്തമായിട്ട് പറയാനായിട്ട്, അതായത് ഞാനിപ്പോൾ ശരിക്കും അവിടെ താമസിക്കുന്ന ആളാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 18 വർഷത്തോളമായി. അപ്പോൾ ആദ്യമത്തെ ടൈമിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ, അന്ന് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, നടന്നു വരുന്ന സമയത്ത് അതായത് നമ്മുടെ കാൽപാദം വെക്കാനുള്ള അത്രയും സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കരിമഠത്തിൽ. അതിനുശേഷം നാട്ടുകാരുടെ കൂടുതൽ അവരുടെ എല്ലാവരുടെ കൂടി യോജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഒത്തിരി നേരം ഇതായി. പിന്നെ ഈ പറഞ്ഞ പോലെ പാലം, വെള്ളം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇനി നമുക്ക് വരാനായിട്ടുണ്ട്. കുട്ടികൾ വീണയാണോ? പാലം മോശമാണ് നിലവിൽ. ആ പ്രദേശം വഴി എന്നും രാവിലെയും വൈകുന്നേരം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. നിലവിൽ അവിടെ പാലം വരേണ്ടത് തന്നെയാണ്. എന്നുവെച്ചാൽ ആ പ്രദേശത്തെ കുട്ടികൾ കുറച്ച് പേര് അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കരിമല സ്കൂളിനാണ് ആശ്രയിക്കുന്നത്. അപ്പം പാലം വരണം. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തുടർ പ്രവർത്തനത്തിനുള്ള ഭാഗം അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടില്ല. പഞ്ചായത്ത് പിന്നീട് ആരാണത് ചെയ്യേണ്ടത്? ഇവിടുത്തെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തന്നെയാണ്. ഗവൺമെന്റിന് വീഴ്ച വന്നപ്പോൾ വീഴ്ച വന്നിട്ടില്ല. ഗവൺമെന്റിന് വീഴ്ച വന്നിട്ടില്ല, പഞ്ചായത്തിനും വീഴ്ച വന്നിട്ടില്ല, പക്ഷേ പാലം പണിഞ്ഞിട്ടില്ല. സമ്മതിച്ച് ഈ നിങ്ങൾ 6 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ അവിടെ പുതിയൊരു കലുങ്കും തൊട്ടപ്പുറത്തോട്ട് ഒരു 15 ലക്ഷം രൂപയുടെ ഇപ്പം കോൺക്രീറ്റും പൂർത്തീകരിച്ച് ഈ പാലത്തിൻ്റെ കാര്യത്തിന് ഇതുപോലെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് അത് നടക്കാതെ വന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ പാലം പണിയേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. പണിഞ്ഞു കിട്ടണം. എന്താണ് പാലത്തിൻ്റെ അവസ്ഥ? പാലം ശരിക്കും വീഴ്ചയാണോ? പാലം ശരിക്കും വീഴ്ച തന്നെയാണ്. പഞ്ചായത്തിന്റെ വീഴ്ച തന്നെ. എന്തുകൊണ്ട് പഞ്ചായത്തിന്റെ പണിയല്ല, ഈ വാർഡുകാരനല്ല, ഈ പാലം ഉപയോഗിക്കുന്ന ആളല്ല, ഈ പാലം ഉപയോഗിക്കുന്ന ആൾക്കാരല്ല, അവര് പഞ്ചായത്ത് വേണ്ടത്ര ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. കൃത്യമായിട്ട് അവര് ഒരു നിമിഷം പറഞ്ഞു വരാം. അല്ലല്ല, ഒരു നിമിഷം പറഞ്ഞു വരാം. UDF പ്രതിനിധികൾ ഒരു നിമിഷം.